കേരള നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വന്ന സർവേ റിസൾട്ടുകളായാലും അതിനുശേഷമുള്ള കണക്ക് കൂട്ടലുകളൊക്കെ തന്നെയായാലും തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള കണക്കുകൾ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ നോക്കുമ്പോഴത്തേക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പല രീതിയിലുമുള്ള അട്ടിമറികൾ നടക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് പ്രധാനപ്പെട്ട സ്ഥലം തിരുവനന്തപുരത്ത് എന്താണ് സംഭവിക്കാനായി പോകുന്ന മാറ്റങ്ങൾ, അട്ടിമറികൾ എന്ന് തന്നെയാണ് ഇപ്പോൾ നോക്കാനായി പോകുന്നത്. തിരുവനന്തപുരത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളതെന്ന് പറയുന്നത്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ, ട്വിസ്റ്റുകളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷ തരംഗമായിരുന്നു തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക സീറ്റുകളിലും എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത് 2026 ആ ഒരു തരംഗം നിലനിർത്താനോ അല്ലെങ്കിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാനോ LDFന് നിലവിൽ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും കണക്കുകൾ നോക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ കാട്ടാക്കട, ആറ്റിങ്ങൽ, വർക്കല, ചിറയിൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല, കോവളം, നെയ്യാറ്റിൻകര, ഈ ഇത്രയും സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പുറത്തു വന്നിരിക്കുന്ന സർവേ റിസൾട്ട് പ്രകാരം ഇതിൽ പല സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അവർക്ക് ഈ 14 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റും 2021 നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 2026 ഇതിൽ മിക്ക സീറ്റും നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 10-ൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയും ഇടതുപക്ഷത്തിന് എന്ന് തന്നെയാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ UDFനും BJPക്കും തിരുവനന്തപുരത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷ സീറ്റുകൾ കുറയുമ്പോൾ, ഇടതുപക്ഷത്തിന് വോട്ട് കുറയുമ്പോൾ BJPക്കും UDFനും വോട്ട് കൂടുകയും സീറ്റുകൾ കൂടുകയും ചെയ്യുന്ന തരത്തിലോട്ട് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് സീറ്റ് കണക്ക് ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ BJPക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ 3 അല്ലെങ്കിൽ 4 സീറ്റുകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇതിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റുകളിൽ അവർക്ക് വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അങ്ങനെ ടോട്ടലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷ സീറ്റുകൾ കുറയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. UDFന് സീറ്റ് കൂടും, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഒന്നിൽ കൂടുതൽ സീറ്റുകളിൽ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഈ ഒരു സർവേ റിസൾട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷം 7 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് സർവേ റിസൾട്ട് പറയുന്നു. BJP 3 അല്ലെങ്കിൽ 4 സീറ്റുകൾ മാക്സിമം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. UDF 3 സീറ്റുകൾ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇടതുപക്ഷ സീറ്റുകളിലാണ് കോട്ടം തട്ടിയിരിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരും. UDFനും BJPക്കും സീറ്റുകൾ കൂടുകയാണ് ചെയ്തത്, ഇടതുപക്ഷത്തിന് സീറ്റുകൾ കുറയുകയാണ് ചെയ്തത്. ഇത് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇടതുപക്ഷം വിജയിക്കുന്ന സ്ഥലങ്ങളിൽ പോലും അവർക്ക് ഭൂരിപക്ഷം നന്നേ കുറയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വോട്ടുകൾ പരമാവധി പലയിടങ്ങളിലും കുറയാനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വോട്ടുകൾ കുറയുകയും BJP UDFന് വോട്ടുകൾ വർദ്ധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ 2026 തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി ഉണ്ടാവുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അതൊരു വലിയ കനത്ത പ്രഹരം എന്നുള്ള തരത്തിലേക്ക് അല്ലാതെ തന്നെയും ഒരു തിരിച്ചടി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതായത് അവർക്ക് ഒരു 7 സീറ്റുകളെങ്കിലും മിനിമം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ അവർക്ക് കഴിഞ്ഞ തവണത്തെ തരംഗമുണ്ടാക്കാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന പല സീറ്റുകളും നഷ്ടമാവുകയും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതേസമയം അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതിരുന്ന BJP, ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ട BJPക്ക് ഇത്തവണ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് അല്ലെങ്കിൽ വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് സർവേ റിസൾട്ട് കൃത്യമായി
കൃത്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ UDFനെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ പറയുന്ന തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. ആകെ അവർക്ക് ഒരു സീറ്റിൽ മാത്രമേ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഇത്തവണ അതങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ സീറ്റുകളിലേക്ക് കാര്യങ്ങൾ മറിയുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് കൃത്യമായും വ്യക്തമായും പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് നല്ല രീതിക്കുള്ള ഒരു തിരിച്ചടി ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അത് നേട്ടമായി മാറുന്നത് UDFനും BJPക്കുമാണ് എന്നുള്ളത് കൃത്യമായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. എന്താണ് ഒരു റിയാലിറ്റി, ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. ആ വിധി ഇനി പുറത്തു വരുമ്പോഴത്തേക്കും എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും, ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടങ്ങൾ കടുത്തതായി മാറുന്ന സ്ഥലങ്ങൾ നിലവിൽ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അവിടങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു അട്ടിമറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളിലും ഒരു വലിയ കടുത്ത പോരാട്ടം തന്നെയായിരിക്കും, അതും ത്രികോണ പോരാട്ടമായിരിക്കും എന്നുള്ളത് തന്നെയാണ് കൃത്യമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ തോതിൽ കോട്ടം തട്ടുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു തിരിച്ചടി സംഭവിക്കുന്ന തരത്തിലോട്ട് ഇടതുപക്ഷത്തിന് തന്നെ കാര്യങ്ങൾ മാറുമോ, അത് നേട്ടമാക്കി മാറ്റാനായിട്ട് UDFനോ BJPക്കോ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അതല്ല 2021 തരംഗം നിലനിർത്താനോ അല്ലെങ്കിൽ അതിനുപരി എത്തിപ്പിടിക്കാനോ സാധിക്കുന്ന തരത്തിലോട്ട് ഇടതുപക്ഷത്തിന് സീറ്റുകളുടെ കാര്യത്തിൽ ഇത്തവണ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും തിരുവനന്തപുരം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പല രീതിയിലുള്ള ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാഴ്ച തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിന് മുന്നേ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് അടിപതറലാണ് സംഭവിക്കാൻ പോകുന്നത്, അത് പിടിച്ചു നിൽക്കാനാകുമോ, അതല്ല നിലം തൊടാതെ കാര്യങ്ങൾ മറിയുമോ, അതല്ല ഒരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഇത്തവണയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് BJPയും UDFനെയും തളർത്തിക്കൊണ്ട് മുന്നേറാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെയധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.